നമസ്കാരം. നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂമിന് ഒരു ഐശ്വര്യവും രാജകീയ പ്രൗഢിയും നൽകാൻ നെറ്റിപ്പട്ടത്തോളം പോന്ന മറ്റൊന്നുമില്ല അല്ലേ? വിപണിയിൽ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഈ നെറ്റിപ്പട്ടം നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ ആവശ്യമായ അടിസ്ഥാന സാമഗ്രികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഐതിഹ്യം എന്താണ് എന്നൊക്കെയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ചുമ്മാ അങ്ങ് ചെയ്ത് തീർത്താൽ ശരിയാവില്ല അല്ലേ? അതിൻ്റെ ഐതിഹ്യം എന്താണ്, അതിലെ ഓരോ സാധനങ്ങളും അതിൻ്റെ പിന്നിലെ കാര്യം എന്താണ്, എന്തെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നോക്കിയാലോ? ഹിന്ദു പുരാണം അനുസരിച്ച് ബ്രഹ്മാവാണ് ആദ്യമായി നെറ്റിപ്പട്ടം രൂപകൽപ്പന ചെയ്തത് എന്നാണ് വിശ്വാസം. ഇന്ദ്രൻ്റെ വാഹനമായ ഐരാവതത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടത്. പ്രപഞ്ചത്തിൻ്റെ ഒരു ലഘുരൂപം അല്ലെങ്കിൽ പ്രപഞ്ച ഭൂപടമായാണ് നമ്മൾ നെറ്റിപ്പട്ടത്തെ കണക്കാക്കുന്നത്. ഇതിൽ 33 ദേവതമാരുടെയും നവഗ്രഹങ്ങളുടെയും സാന്നിധ്യമുണ്ട് എന്നാണ് സങ്കല്പം. ആദ്യമായി നമ്മൾക്ക് ത്രിമൂർത്തി എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നോക്കാം. ഇവ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നിവരുടെ സാന്നിധ്യമാണ് കണക്കാക്കുന്നത്. ഇവ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഏകദേശം മുകളിൽ നിന്ന് നടുക്കുഭാഗത്തായിട്ട് താഴേക്കാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അടുത്തതായി വലിയ 3 കുമിളകളുണ്ട്. അവ പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നിവയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും നടുക്ക് വരുന്നത് പാർവതിയും വലതുവശത്ത് സരസ്വതിയും ഇടതുവശത്തെ ലക്ഷ്മിയുമായി നമ്മൾ കണക്കാക്കുന്നു. പിന്നീട് വരുന്നവയാണ് ചെറിയ സ്വർണ്ണ കുമിളകൾ. അവ സൂചിപ്പിക്കുന്നത് നക്ഷത്രങ്ങളെയും ദേവഗണങ്ങളെയുമാണ്. 33 ദേവതമാരുടെയും നവഗ്രഹങ്ങളുടെയും സപ്തർഷികളുടെയും പ്രപഞ്ചത്തെയും ഊർജത്തെയും ഈ ക്രമീകരണം ആവാഹിക്കുന്നു. ഏറ്റവും മുകളിൽ നമ്മൾ സപ്തർഷികളെ ഒട്ടിക്കാറുണ്ട്. ആ സപ്തർഷികൾ എന്ന് പറയുന്നവർ മരീചി, അത്രി, അങ്കിരസ്, വസിഷ്ഠൻ, പുലഹൻ, പുലസ്ത്യൻ, ക്രതു എന്നിവരാണ്. ഇത് ഓരോ നെറ്റിപ്പട്ടത്തിൻ്റെയും അടിക്കണക്കനുസരിച്ച് നമ്മൾ ചിലപ്പോൾ എല്ലാവരെയും ഒട്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ വലിപ്പമനുസരിച്ച് എണ്ണം കുറഞ്ഞു വരാറുമുണ്ട്. അതുപോലെ നമ്മൾ സൈഡുകളിലായിട്ട് ഒട്ടിക്കുന്നവയാണ് അഷ്ടവസ്തുക്കൾ. 2 സൈഡിലായിട്ടും അഷ്ടവസ്തുക്കളും അതുപോലെ തന്നെ നവഗ്രഹങ്ങളും നമ്മൾ ഒട്ടിക്കാറുണ്ട്. അഷ്ടവസ്തുക്കൾ എന്നാൽ അഗ്നി, ഭൂമി, വായു, അന്തരീക്ഷം, സൂര്യൻ, ആകാശം, ചന്ദ്രൻ എന്നിവയാണ്. പിന്നീട് വരുന്നതാണ് ചന്ദ്രക്കല. ഇത് ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. മൂലഗണപതിയുടെ തൊട്ട് മുകളിലായാണ് നമ്മൾ വയ്ക്കുന്നത്. അർദ്ധവൃത്താകൃതിയിലുള്ള രൂപങ്ങളാണ് ചന്ദ്രക്കല. പേരുപോലെ തന്നെ ഇത് ചന്ദ്രനെയും ചന്ദ്രൻ്റെ വിവിധ ഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. അവ മുകളിൽ നിന്നും താഴേക്ക് വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. എപ്പോഴും നമ്മൾ ഒറ്റ സംഖ്യകളായിട്ടാണ് ഇത് ഒട്ടിക്കാറ്. ഓരോ നെറ്റിപ്പട്ടത്തിൻ്റെയും വലിപ്പം അനുസരിച്ച് എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. എങ്കിലും നമ്മൾ ഒറ്റ സംഖ്യകളായിട്ടാണ് എപ്പോഴും അത് ചെയ്യേണ്ടത്. ലക്ഷ്മി, സരസ്വതി, പാർവതി കൂടാതെ നമുക്ക് വലിയ ഒരു കുമിളകൾ കൂടി ബാക്കിയുണ്ട്. അതിനെ നമ്മൾ മൂലഗണപതി അല്ലെങ്കിൽ കുംഭക്കിണ്ണം എന്ന് പറയുന്നു. ഗണപതി ഭഗവാനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആദ്യമായി നമ്മൾ നെറ്റിപ്പട്ടത്തിൽ വയ്ക്കുന്ന വലിയ കുമിളയാണ് നമ്മൾ മൂലഗണപതി എന്ന് പറയുന്നത്. എപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിഘ്നേശ്വരനായിട്ട് പ്രാർത്ഥിച്ചാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ നെറ്റിപ്പട്ടം വളരെ ഭംഗിയായിട്ട് തീർക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നെറ്റിപ്പട്ടം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അതിൽ പ്രതിഷ്ഠിക്കേണ്ടത് വിഘ്നേശ്വരനെയാണ്. അതുകൊണ്ടാണ് നമ്മൾക്കിത് പ്രഥമ പരിഗണനയായിട്ട് ആദ്യ സ്ഥാനം നൽകപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് കാളാഞ്ചി. അതായത് നെറ്റിപ്പട്ടത്തിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു വസ്തുവാണ് ഈ കാളാഞ്ചി എന്ന് പറയുന്നത്. ഏറ്റവും താഴെ നമ്മൾ തൂക്കിയിടുന്ന കോണാകൃതിയിലുള്ള രൂപത്തിനെയാണ് കാളാഞ്ചി എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചത്തിൻ്റെ അവസാന ബിന്ദുവിനെയോ അല്ലെങ്കിൽ ആത്മീയമായ ഉണർവിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. ഈ കാളാഞ്ചിയിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വൂളൻ ത്രെഡ്സും കൂടെയൊക്കെ തൂക്കിയിടുമ്പോൾ വളരെയധികം ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വെൽവെറ്റ് തുണിയാണ്. അത് ചുവപ്പ്, നീല എന്നീ കളറുകളിൽ നമ്മൾ അവൈലബിൾ ആണ്. അതായത് നമ്മൾ സ്വർണ്ണ കളറുള്ള നെറ്റിപ്പട്ടമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ചുവപ്പും,
സിൽവർ കളറിലുള്ള നെറ്റിപ്പട്ടമാണ് ചെയ്യുന്നതെങ്കിൽ നീല വെൽവെറ്റ് തുണി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ചുവപ്പും നീല കളറുകളും അതുപോലെ നമ്മൾ ഇതിലുപയോഗിക്കുന്ന വൂളൻ ത്രെഡുകളും ലക്ഷ്മി ചൈതന്യത്തെയും അതിൻ്റെ പ്രൗഢിയെയുമാണ് കാണിക്കുന്നത്. നെഗറ്റീവ് ഊർജത്തെയും ദൃഷ്ടിദോഷങ്ങളെയും മാറ്റാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് വിശ്വാസം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് ചൂരൽപ്പൊളി. അത് നമ്മൾ ത്രിമൂർത്തികൾക്കും പാർവതി, ലക്ഷ്മി, സരസ്വതി, മൂലഗണപതി എന്നിവർക്ക് ചുറ്റും നമ്മൾ ഒട്ടിക്കുന്നവയാണ്. ഇത് കുറച്ച് നീളമുള്ള അറ്റമുരുണ്ടിരിക്കുന്നവയാണ് ഈ ചൂരൽപ്പൊളികളെന്ന് പറയുന്നത്. അത് വരുമ്പോഴാണ് ഏറ്റവും ഭംഗി ഈ നെറ്റിപ്പട്ടത്തിന് കൂടുന്നത്. അത് നമ്മൾ വേണമെങ്കിൽ എല്ലാ കുമ്പിളുകൾക്കും ചുറ്റും ഒട്ടിക്കാറുണ്ട്. അല്ലെങ്കിൽ പാർവതി, ലക്ഷ്മി, സരസ്വതി, മൂലഗണപതി, ത്രിമൂർത്തികൾ എന്നീ പ്രധാന രൂപങ്ങൾക്ക് ചുറ്റും ഒട്ടിക്കാറുമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എല്ലാത്തിനും ചുറ്റും വരുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി ആ നെറ്റിപ്പട്ടത്തിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ചൂരൽപ്പൊളി നമുക്ക് നാഗപടമായിട്ടും കിട്ടാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നാഗപടം നെറ്റിപ്പട്ടം എന്നാണ് പറയുന്നത്. അതിന് ആ ഒരു ചൂരൽപ്പൊളിയുടെ ആ ഒരു രൂപത്തിന് ചെറിയ വ്യത്യാസം, ഒരു പാമ്പിൻ്റെ പത്തിയൊക്കെ പോലെ വരുന്നതാണ് ആ ഒരു ടൈപ്പ് ചൂരൽപ്പൊളി. അതിന് നമ്മൾ നാഗപടം നെറ്റിപ്പട്ടം എന്നാണ് പറയുന്നത്. കൂടാതെ നമ്മൾ ഈ വാങ്ങുന്ന കിറ്റിൽ നമ്മൾക്ക് വെൽവെറ്റ് തുണിയുടെ, അതായത് നമ്മുടെ ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഹെഡിങ് അലങ്കരിക്കാനായിട്ട് പൂ പോലെ ആകൃതിയിലുള്ള പല ഷേപ്പുള്ള വസ്തുക്കളും അതുപോലെ തന്നെ ഗോൾഡൻ ലേസുകൾ അല്ലെങ്കിൽ ഗോൾഡൻ ടേപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അലങ്കരിക്കാവുന്നതാണ്. അതുപോലെ അരങ്ങ് കെട്ടി വരുമ്പോഴാണ് ഏറ്റവും ഭംഗി. നമ്മൾ ഏറ്റവും ലാസ്റ്റ് നെറ്റിപ്പട്ടത്തിന് ചെയ്യുന്ന കാര്യമാണ് അരങ്ങ് കെട്ടുന്നതും അതുപോലെ തന്നെ കാളാഞ്ചി തൂക്കുന്നതും. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിപ്പട്ടം കംപ്ലീറ്റ് ആവും. ഒരു 1.5 അടി തൊട്ടൊക്കെ നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റ് അവൈലബിൾ ആണ്. ഞാനിവിടെ കിറ്റായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു 2.5 അടിയുടെ കിറ്റാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്കതിന് ഏകദേശം ഒരു കൊറിയർ ചാർജും കൂടെ ഉൾപ്പെടെ ഒരു 2000 ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഒരു 1.5 അടിയുടെ എങ്കിലും നെറ്റിപ്പട്ട നിങ്ങൾ സ്വയമായിട്ട് ചെയ്ത് നോക്കണം. കാരണം അത് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നമുക്കത് പൂർത്തിയായി കഴിയുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗി, ആ ഒരു ഭംഗി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സന്തോഷം, നമ്മൾ തന്നെ ചെയ്തതാണല്ലോ എന്ന് തോന്നും. നമുക്ക് തന്നെ ഒരു അഭിമാനം വരും. ഇത് നമ്മൾ ഓരോന്ന് പ്രാവശ്യം ചെയ്ത് തുടങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേന് ഓരോ ഘട്ടം അതിൻ്റെ പൂർത്തിയാകുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്ക് വരും. നമ്മൾ കടയിൽ പോയി ഡയറക്റ്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് അത്ര ഒരു സന്തോഷം വരുമോ? ഇല്ല. അത് നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് അത്രയൊരു നമുക്കൊരു ആത്മസന്തോഷം ഉണ്ടാകുന്നതല്ലേ. കൂടാതെ നമുക്കിതിന് ക്യാൻവാസ് തുണിയും വേണം. ക്യാൻവാസ് എന്ന് പറയുമ്പോൾ നമുക്ക് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം, നമ്മുടെ തുണിയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ക്യാൻവാസ്. കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് തുണിയും വേണം. അതുപോലെ തന്നെ ഏറ്റവും പുറകിൽ നമ്മൾ റെഡ് വെൽവെറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ചിലർ യൂസ് ചെയ്യാറില്ല. അത് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഏറ്റവും ഭംഗിയും മൊത്തത്തിൽ ആ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ ബാക്ക് സൈഡ് ഫുള്ള് റെഡ് വെൽവെറ്റിൽ അല്ലെങ്കിൽ ഗോൾഡനിൽ കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. റെഡ് വെൽവെറ്റിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി വരും. പിന്നെ നമ്മളിതിൻ്റെ ഷേപ്പ്, ഇപ്പോൾ ഓരോ അടിക്കും ഓരോ ഇത്ര ഇഞ്ച് നീളം, ഇത്ര ഇഞ്ച് വീതി എന്നൊക്കെയുണ്ട്. അതനുസരിച്ച് നമ്മൾ ആദ്യം നമ്മൾ ഡയറക്റ്റായിട്ട് തുണിയിലേക്ക് അല്ലെങ്കിൽ ക്യാൻവാസിലേക്കോ ഒക്കെ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ ആ ന്യൂസ് പേപ്പറിലാണ് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് ആദ്യമായിട്ട് വരച്ചെടുക്കുന്നത്. അത് ഇത്ര ഇഞ്ച് അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ എന്നുള്ളത് ഓരോ നെറ്റിപ്പട്ടത്തിനും ഒരു കണക്കുണ്ട്. അതനുസരിച്ച് നമ്മൾ ആ ന്യൂസ് പേപ്പറിൽ വരച്ചെടുത്തിട്ട് അതാണ് പിന്നീട് നമ്മൾ ക്യാൻവാസിലേക്കോ അല്ലെങ്കിൽ ഗോൾഡൻ ക്ലോത്തിലോ ഒക്കെ നമ്മൾ വരയ്ക്കുന്നതും പിന്നീട് വെട്ടിയെടുക്കുന്നതും ഒക്കെ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പശയെന്ന് പറയുന്നത് നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ കിട്ടുന്നത് ഫെവി ബോണ്ട് എന്ന് പറയുന്ന പശയാണ് കേട്ടോ. ആ പശ നല്ലോണം അഡ്ഹസീവാണ്. അല്ലെങ്കിൽ നമുക്ക് B7000 യൂസ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഈ ഒരു വൂളൻ ത്രെഡ് നമ്മൾ കിറ്റിൻ്റെ അകത്ത് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു 1-2 കളറ് വൂളൻ ത്രെഡുകളായിരിക്കും വരിക. നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് കുറച്ചും കൂടെ കളേഴ്സിലൊക്കെ വൂളൻ ത്രെഡ് അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങിച്ചിട്ട് പല കളറിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് വൂളൻ ത്രെഡ്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറ് നമ്മൾ ഈ ഒരു അരങ്ങ് കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അരങ്ങ് കെട്ടാനുള്ള ആ ഒരു നൂലും കൂടെ നമുക്ക് ഈ ഒരു കിറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ആ ഒരു അരങ്ങ് കെട്ടാനുള്ള നൂലും ഇത്ര ഒരു അളവിൽ അവർ മുറിച്ച് തന്നിട്ട് നമ്മുടെ കിറ്റിൻ്റെ അകത്തുണ്ടാവും.
അതുപോലെ തന്നെ ഫില്ലിംഗ് ബോൾസ് നമുക്ക് ഈ കിറ്റിൽ അവൈലബിൾ അല്ല. നമ്മൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് അവരോട് എക്സ്ട്രാ ഫില്ലിംഗ് ബോൾസും കൂടെ വെക്കാൻ പറയണം. അതായത് ഫില്ലിംഗ് ബോൾസ് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ വലിപ്പമുള്ള കുമിളകളാണ്. കാരണം നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഫില്ലിംഗ് ബോൾസ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്താൽ ആ ഒരു ടോട്ടൽ ഫിനിഷ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നമുക്ക് കത്രിക വേണം കേട്ടോ. നല്ല മൂർച്ചയുള്ള ഇച്ചിരി വലിപ്പമുള്ളൊരു കത്രികയാണ് നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാനായിട്ട് നല്ലത്. കാരണം ഈ കുമിളകളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്താണ് വരുന്നത്. അതല്ലാതെ കിട്ടുന്നതും ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതാ മുറിച്ച് വരുന്നതാണെങ്കിൽ അതിൻ്റെ അറ്റത്തൊക്കെ ചെറിയ ബൾജിങ് ഒക്കെ കാണും. അത് നമ്മളെപ്പോഴും മുറിച്ച് കളഞ്ഞിട്ട് ഒട്ടിക്കുമ്പോഴാണ് ഒരു ഫിനിഷിങ് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല മൂർച്ചയുള്ളൊരു കത്രികയും കൂടെ വേണം. അതുപോലെ തന്നെ ഷേപ്പുകൾ, അത് പല ഷേപ്പുകളിൽ ആൾക്കാർ ചെയ്യാറുണ്ട്. ഒരു ഓവൽ ഷേപ്പ് വരുന്നത്, അല്ല ഒരു അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ പല സ്ഥലത്ത് കട്ടിങ് വന്നിട്ട് അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമേ നമ്മൾ ചെയ്യുമ്പോൾ നോർമലായിട്ടുള്ളൊരു ഷേപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. മേക്കിംഗ് വീഡിയോ ആയിട്ട്